എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജാറാം, ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയിലെ ഷാജി സാറിൻ്റെ ഒരു ഫ്ലൂട്ട് സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിന്നൊരു വീഡിയോ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ആരംഭിക്കട്ടെ. നമുക്ക് സംഗീത ലോകത്തിൽ തന്നിട്ടുള്ള നിരവധി മ്യൂസിക്കൽ ഉപകരണങ്ങളുണ്ട്. അതിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഉപകരണത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, വയലിൻ ആണ് ഏറ്റവും പ്രയാസകരമേറിയ ഒരു പഠിക്കുവാൻ. കേൾക്കുവാൻ ഇമ്പമാണ്, പഠിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഉപകരണമാണ്. അത് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു ഭാഗമാണ് അദ്ദേഹം എനിക്ക് ഫ്ലൂട്ട് ക്ലാസ്സിൽ വെച്ച് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ അത് വളരെ അപൂർവം ചിലത് അത് ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ പലർക്കും ഇതറിയില്ല. ഇത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ വയലിൻ ചെയ്യുന്നത്. നന്നായിട്ട് വയലിൻ വായിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല. ആദ്യമായി വയലിൻ പഠിച്ച് ബുദ്ധിമുട്ടാണെന്ന് കരുതി ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പരിചയപ്പെടുത്തി തരാം. സാധാരണ നമ്മൾ ഇത് ഫസ്റ്റ് സ്ട്രിങ്, ഇത് സെക്കൻഡ് സ്ട്രിങ്, തേർഡ് സ്ട്രിങ്, ഫോർത്ത് സ്ട്രിങ്, ബേസ് സ്ട്രിങ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 99% നമ്മൾ വയലിൻ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നതും ഈ രണ്ടാമത്തെ സ്ട്രിങ് സായാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ്. ഒന്നാമത്തെ സ്ട്രിങ്ങിനെ പായ, സാപ്പ. എന്നിട്ട് നമ്മൾ ബാക്കി വായിക്കുന്ന താരസ്ഥായിലേക്ക് പോകുന്നത് സാ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ മേളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടാണ്. അതായത് നമ്മുടെ ഈ ബോർഡിനും മേളിൽ പോകും നമ്മുടെ സ്വരം. അത് ചിലർക്ക് ഫിസിക്കലി അത് അവരുടെ ഫിംഗർ അങ്ങോട്ട് മൂവ് ചെയ്യാനും അവർക്ക് അതുപോലെ തന്നെ അങ്ങോട്ട് റീച്ച് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായി കാണും. അപ്പോൾ അത് ഒരു വലിയ ഘടകം തന്നെയാണ് വയലിൻ പ്രയാസകരമായതിൻ്റെ. അതുപോലെ തന്നെ ഈ വയലിനകത്ത് മാത്രം നമ്മുടെ മ്യൂസിക് ഉപകരണങ്ങളിൽ അടയാളങ്ങളോ ഒന്നുമില്ല. അതായത് ഇപ്പോൾ പുതിയ സ്റ്റിക്കർ ഇറങ്ങുന്നുണ്ട്. സ്റ്റിക്കർ മീൻസ് ഇത് വയലിൻ്റെ നൊട്ടേഷൻസിൻ്റെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. ഇത് ബിഗിനേഴ്സിന് വളരെ ഉപകാരപ്പെടും. കുറച്ച് നാളത് വായിച്ച് പൊസിഷൻ ശരിയാക്കിയതിന് ശേഷം പിന്നെ അവർക്ക് നോക്കേണ്ടി വരില്ല. നോക്കാതെ തന്നെ വായിക്കാം. സ്റ്റിക്കർ വേണം റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പൊസിഷൻ കൈ വയ്ക്കുമ്പോൾ നല്ല ശ്രുതിജ്ഞാനമുള്ളവർക്ക് മാത്രമേ അത് ആ പൊസിഷൻ മനസ്സിലാകുകയും വായിക്കാനും ചെയ്യുകയും. അപ്പോൾ നമ്മൾ ഈ പൊസിഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ഇപ്പോൾ അവൈലബിൾ ആണ്, ഓൺലൈനിൽ കിട്ടും. നമ്മുടെ ബ്ലാക്ക് നോട്ട്സിന്, അതായത് ഹാഫ് നോട്ട്സിനൊക്കെ നീല വരയിലുള്ളൊരു ഇതുണ്ടാവും. അതുപോലെ തന്നെ മെയിൻ സ്വരങ്ങൾ, ശുദ്ധസ്വരങ്ങൾക്കെല്ലാം വൈറ്റ്, അതായത് ശുദ്ധസ്വരം എന്ന് ഉദ്ദേശിച്ച് ഹിന്ദുസ്ഥാനി നെയിമിലാണ് ഞാൻ പറഞ്ഞത്. മറ്റത് ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകൽ നിഷാദ്, ഇതിനൊക്കെ വൈറ്റ്. ശുദ്ധ ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, ശുദ്ധ ദൈവതം, കൈശിക നിഷാദത്തിന് നീല. വളരെ എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഇത് വെസ്റ്റേണിൻ്റെ സ്റ്റിക്കറാണ്, പക്ഷേ അത് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഉള്ളൊരു അടുത്ത ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഈ താരസ്ഥായി വായിക്കുമ്പോൾ പായൊക്കെ എന്ന് പറയുമ്പോൾ ഈ ബോർഡിൻ്റെ ഇങ്ങേ അറ്റം വരെ വരും. അപ്പോൾ അതിന് മേളിൽ വായിക്കണമെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ചിലർ വായിക്കാം. അപ്പോൾ അതുപോലെ സൗണ്ട് വളരെ ഇതായി പോകും, ഷാർപ്പായി പോകും. അപ്പോൾ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ രണ്ടാമത്തെ സ്ട്രിങ് സായാക്കുന്നതിന് പകരം നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് ഇറങ്ങി മൂന്നാമത്തെ സ്ട്രിങ്ങിനെ സായാക്കുക. എന്നിട്ട് രണ്ടാമത്തെ നമ്മൾ ആദ്യം സാ വായിച്ച സ്ട്രിങ്ങിനെ പായാക്കുക. ഇപ്പോൾ ഞാൻ സി ഷാർപ്പിലാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിനെ, അപ്പോൾ സാപ്പാസ തന്നെ നമുക്ക് 3 സ്ട്രിങ് മാറി മാറി വായിക്കുമ്പോൾ കിട്ടും. പിന്നെ നമ്മളതിൻ്റെ നമ്മൾ ഹൈയിലെ മായ എന്ന് പറയുമ്പോൾ സെയിം നമുക്ക് ഈ ഇവിടെ വായിക്കുന്ന ഗാമ അതിൽ തന്നെ ആ ഒരു
ലെവലിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം കൊണ്ട് തന്നെ താരസ്ഥായിയും വായിക്കാം, അതുപോലെ തന്നെ മറ്റ് മന്ത്രസ്ഥായി വായിക്കാം. മന്ത്രസ്ഥായി വരുമ്പോഴത്തേക്ക് ഫോർത്ത് സ്ട്രിങ്ങിൽ സാനീദാപ്പ. ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് മന്ത്രസ്ഥായിലെ മാ ഇതിൽ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. എന്നാൽ താരസ്ഥായിൽ അതിൽ മാ വായിക്കാൻ പറ്റാത്ത സ്വരത്തിൽ കൂടി നമുക്ക് ഇതിൽ പോകാൻ പറ്റും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് താരസ്ഥായി കൂടുതൽ പോകും. മന്ത്രസ്ഥായി ഇതിൽ വരുമ്പോൾ പഞ്ചമം വരെ മാത്രമേ നമുക്ക് വായിക്കും. മായുള്ള ചില കീർത്തനങ്ങളും അല്ല മായുള്ള ചില വർണ്ണങ്ങളും നമുക്ക് എന്തെങ്കിലും മറ്റു മാർഗങ്ങളോ അല്ലെങ്കിൽ മേളിൽ അത് തന്നെ വായിച്ച് ആ പോർഷൻ മേളിൽ വായിച്ച് മാനേജ് ചെയ്യേണ്ടി വരും. ഒട്ടുമുക്കാലും കൃതികൾക്കും അതുപോലെ തന്നെ താഴെ മാ വരുന്നില്ല, വളരെ റെയറായിട്ടുള്ള കൃതികൾക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡ് നമുക്ക് സ്വീകരിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈയിലേക്ക് കൈപോയി ഫിസിക്കലായിട്ട് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമ്മളൊരു പാട്ട് വായിക്കുമ്പോഴത്തേക്ക് സിനിമാ പാട്ടാണെങ്കിലും വായിക്കുമ്പോഴത്തേക്ക് ഹൈ പോയിട്ടുണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഭാഗം കൊണ്ട് നമുക്ക് ഒതുങ്ങും. ഇതാണ് ഈ പുതിയ മെത്തേഡ്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. വയലിൻ പഠിച്ച് ബുദ്ധിമുട്ടാൻ തോന്നുന്നവർ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അത് വളരെ ഉപകാരപ്രദമാണ്. ഇത് ഹരിമുരളിയുടെ ഷാജി സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഞാൻ ഇവിടെ പറയുന്നതും അവതരിപ്പിക്കുന്നതും. അതുപോലെ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നവർക്കൊക്കെ എന്തെല്ലാം ടിപ്സ് ആ റൂട്ടിൽ പറഞ്ഞു കൊടുക്കാവോ അതെല്ലാം ഒരു മടി കൂടാതെ പറഞ്ഞു കൊടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദി. അപ്പോൾ ഇത് ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിക്ക് വേണ്ടി സമർപ്പിക്കുക.